നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പാട്ടുപറമ്പ് ഭഗവതികാവ് ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. രാവിലെ 7 മണിയോടെ ക്ഷേത്രം മേൽശാന്തി ഓങ്ങല്ലൂർ കല്യാണിക്കാട്ട് ആര്യൻ നമ്പൂതിരി, മന്നാനം പറ്റ മാരായണൻ നമ്പൂതിരി, തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ചേർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ കൊടിയേറ്റി. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. ജനുവരി 22 വരെയുള്ള ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുക. പാട്ടുപറമ്പ് ഭഗവതികാവ് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവവും കളമെഴുത്ത് പാട്ടും പ്രതിഷ്ഠാദിനാഘോഷവും ജനുവരി 16 മുതൽ 22 വരെയുള്ള തീയതികളിലായി നടക്കും. ക്ഷേത്രം മേൽശാന്തി ഓങ്ങല്ലൂർ കല്യാണിക്കാട്ട് ആര്യൻ നമ്പൂതിരി, മന്നാനം പറ്റ മാരായണൻ നമ്പൂതിരി, തന്ത്രി അഴകത്തുമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ചേർന്ന് ആചാരാനുഷ്ഠാനങ്ങളോടെ കൊടിയേറ്റി. പറമ്പ് ഭഗവതികാവ് ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിൻ്റെ കൊടിയേറ്റ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇന്ന് കൊടിയേറ്റത്തിനോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് നേരം ക്ഷേത്രത്തിൽ ഒരു പൊങ്കാല നടക്കുന്നുണ്ട്. അത് ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പൊങ്കാല നടക്കുന്നത്. അതിനുശേഷം 4 ദിവസങ്ങളിലായിട്ട് കളമെഴുത്ത് പാട്ടാണ് നടക്കുന്നത്. അത് ആദ്യത്തെ ഒരു ഭഗവതിയുടെ കളംപാട്ടും, 2-ാം ദിവസം ശാസ്താവിൻ്റെ കളംപാട്ടും, അതുപോലെ തന്നെ 3-ാം ദിവസം വീണ്ടും ഭഗവതിയുടെ കളംപാട്ടും, 4-ാം ദിവസം ശാസ്താവിൻ്റെ കളംപാട്ടും. ഈ കളംപാട്ടിൻ്റെ പ്രധാന ചടങ്ങായിട്ടുള്ള ഒരു നാളികേരം വേറെ ഈ കളംപാട്ടിൻ്റെ ശാസ്താവിൻ്റെ കളംപാട്ടിൻ്റെ അവസാന ദിവസം രാത്രിയിൽ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ട്. ഈ കളംപാട്ടിന് നേതൃത്വം ചെയ്യുന്നത് നമ്മുടെ കല്ലാട്ട് കുറുപ്പന്മാരാണ്. നെല്ലായുള്ള ഗോവിന്ദക്കുറുപ്പാണ്. അതുപോലെ അതിൻ്റെ വാദ്യങ്ങളുടെ നേതൃത്വം നൽകുന്നത് നമ്മുടെ തുപ്രങ്കോട് പരമേശ്വര മാരാ സംഘമാണ്. അതുപോലെ 22-ാം തീയതി രാവിലെ ഉത്സവം, പ്രതിഷ്ഠാദിനം, ദേവിയുടെ പ്രതിഷ്ഠാദിനം മകരത്തിലെ മകീരം നാളിലാണ്. അത് നമ്മളുടെ താലപ്പൊലിയായിട്ടാണ് സാധാരണ നടത്തിപ്പോരാറുള്ളത്. ഈ വർഷവും അത് വളരെ ഗംഭീരമായിട്ട് വിപുലമായ രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അത് രാവിലെ തെക്കുമറി കളിച്ചാത്ത് വീട്ടിൽ നിന്നും കൂറ കൊണ്ടുവരുന്ന ചടങ്ങോട് കൂടിയാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത്. കൂറ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങാണ് മുഖ്യമായിട്ട് ഉള്ളത്. അത് പുറത്ത് അതിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക അമ്പലം കെട്ടി അതിനകത്തേക്ക് കുടിയിരുത്തൽ ചടങ്ങാണ്. കളമെഴുത്ത്, അത്താഴപൂജ, തിരിയൊഴിച്ചിൽ അനുബന്ധമായി നടക്കും. 22-ന് വൈകിട്ട് വന്നേരിമനയിൽ നിന്ന് എഴുന്നള്ളത്ത് പുറപ്പെടും. രാത്രിയോടെ നിരവധി കൊടിക്കൂറ വരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. TVN ന്യൂസ്, തിരൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.